മാസങ്ങൾക്ക് മുൻപ് വരെ ആരായിരുന്നു മമതാ ബാനർജി? ബിജെപിക്കെതിരെ നിൽക്കുന്ന ശക്തമായ ഒരു നേതാവ്, മതേതരത്വത്തിന്റെ വക്താവ്, ജനാധിപത്യവാദി, ഇങ്ങനെയൊക്കെ ഇവിടത്തെ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ച വലിയൊരു സംഭവമായിരുന്നു മമതാ ബാനർജി. ഇപ്പോൾ മമതാ ബാനർജി ആരാണ്? ഒരു MLA പോലും അല്ലാത്ത ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഒരു പ്രതിപക്ഷത്തിരിക്കാൻ പോലും സാധ്യതയില്ലാത്ത, സ്വന്തമായി ഉണ്ടാക്കിയ തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടാൻ പോലും പോകുന്ന വ്യക്തി. ഞാൻ പറയുന്നത് അതിശയോക്തിയല്ല. പശ്ചിമ ബംഗാളിൽ പ്രതിപക്ഷം റെഡിയായി കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവായിട്ട് വരുന്നത് മമതാ ബാനർജിയോ മമതാ ബാനർജിയുടെ അനന്തരവനോ ഒന്നുമല്ല. ഋതബ്രത ബാനർജിയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ട് വരുന്നത്. 59 MLA-മാരുടെ ഒപ്പോടുകൂടി താൻ പ്രതിപക്ഷ നേതാവ് ആവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ ഇദ്ദേഹം ഗവർണർക്ക് സമർപ്പിച്ചു. ഗവർണർ അത് സ്വീകരിക്കുകയും ചെയ്തു. അഭിഷേക് ബാനർജി കൊടുത്ത ലെറ്റർ എടുത്ത് ഗവർണർ കീറി ചാവറ്റി കൊട്ടയിൽ ഇടുകയും ചെയ്തു. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയുമാണ്. ഒരു വലിയ ഒരു സംഭവത്തിന്റെ അസ്തമയം. ഇവിടെയാണ് മമതാ ബാനർജി വലിയൊരു സംഭവം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. പശ്ചിമ ബംഗാളിൽ വലിയ വിലയൊന്നുമില്ല. അതിപ്പോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ? ഇത്രയേ ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ കൊള്ളാം. ജനങ്ങളാണ് വലുത്. ജനങ്ങളെ വെറുപ്പിച്ചാൽ പിണറായി വിജയൻ ആയാലും മമതാ ബാനർജി ആയാലും നിലത്തിരിക്കും. ഇരിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇരുത്തും.